നമസ്കാരം. നമസ്തേ. ഇന്ത്യ DRDOന്റെ നേതൃത്വത്തിൽ തദ്ദേശീയമായി വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ചു. അത് പരീക്ഷണം നടത്തി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നത് നമുക്കറിയാം. ആധുനിക യുദ്ധലോകത്ത് പ്രത്യേകിച്ച് ഈ മലനിരകൾക്കിടയിലൊക്കെ പ്രത്യേകം യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് പോർട്ടബിൾ ഒരു മിസൈൽ സിസ്റ്റമാണ് അതെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതും പിന്നെ മറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് നിലവിൽ ഈ സാധനം യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിലെല്ലാം ഇത് ഇറാൻ അമേരിക്കയുടെ അപ്പാച്ചെ ഇതിനെതിരെ കൃത്യമായി യൂസ് ചെയ്തെല്ലാം നമ്മൾ കണ്ടതായിരുന്നു. അപ്പം ഇന്ത്യയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇത് എത്തരത്തിലാണ് ഇന്ത്യക്ക് ഉപകാരപ്പെടുക എന്നുള്ളതും പിന്നെ മറ്റേതൊക്കെ രാജ്യങ്ങളാണ് നിലവിൽ ഈ സാധനം കയ്യിലുള്ളത് എന്നുള്ളത്. ശരിക്കും ആധുനിക യുദ്ധങ്ങളിലെ അപ്രതീക്ഷിതമായിട്ട് ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു പ്രസക്തി കൈവന്നു ഈ അടുത്ത കാലത്ത്. അതായത് നമ്മളൊക്കെ പലപ്പോഴും ഈ ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ, ക്രൂയിസ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ സമാന്തരമായിട്ട് വളർന്നു വന്ന ഒരു ആക്രമണ ആയുധമാണ് ചെറിയ ഡ്രോണുകൾ. പ്രത്യേകിച്ച് ഈ സ്വാം ഡ്രോണുകള്, അതുപോലെ തന്നെ ഈ സൂയിസൈഡ് കാമിക്കാസൈഡ് ഡ്രോണുകള്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാന്റെ ഷഹീദ് 139, ആ ഷഹീദ് 139 ഒരു ലോങ് ഡിസ്റ്റൻസ് കോമ്പാക്ട് ഡ്രോൺ ആണ്, ആംഡ് ഡ്രോൺ ആണ്, അറ്റാക്ക് ഡ്രോൺ. അപ്പൊ അങ്ങനെ ഒരു ഡ്രോണ് 2000 കിലോമീറ്ററോളം ദൂരം പറന്നു ചെന്നിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണ്. ഇതിന്റെ ഇതിലുള്ള വാർഹെഡ് ഒക്കെ വളരെ ചെറുതായിരിക്കും, പക്ഷേ എങ്കിലും ഇത് പലപ്പോഴും ഞെട്ടിക്കാൻ പര്യാപ്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു ഓയിൽ റിഫൈനറിയിലോട്ട് ഇത്തരം ഒരു ഡ്രോൺ വന്ന് പതിച്ചാൽ അവിടെ ഒരു വലിയ ഒരു അഗ്നിബാധ ഉണ്ടാകും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മോസ്കോയിലെ യുക്രൈന്റെ ഡ്രോണുകള് അവിടെ വലിയ നാശം വിതച്ച കാര്യം നമ്മൾ കണ്ടു. റഷ്യക്ക് യഥാർത്ഥത്തിൽ S-400ഉം S-500ഉം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന രാജ്യമാണ് റഷ്യ. എല്ലാതരം എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പക്ഷെ ഒരു തന്ത്രപരമായ പിഴവ് അവർക്കുണ്ടായിരുന്നു. അവര് ഈ അമേരിക്കയെയും യൂറോപ്പിനെയും ലക്ഷ്യം വെച്ചാണ് അവരുടെ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ അമേരിക്ക ആക്രമിക്കുമ്പം ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കും അമേരിക്ക അയക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ടോമഹാക്ക് ക്രൂയിസ് മിസൈൽ ആയിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ റഷ്യക്ക് പറ്റും. പക്ഷെ ഇതിന്റെ റഡാറിന്റെ ഒന്നും കണ്ണിൽപ്പെടാത്ത ഒരു ചെറിയ ഡ്രോൺ വന്നാല് അത് പ്രതിരോധിക്കാൻ റഷ്യക്ക് ആയുധമില്ല. ഇതൊരു ഒരു ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഒരു തരത്തിൽ അതൊരു കോൺട്രഡിക്ഷനുമാണ്. നിങ്ങൾ ഇത്ര വലിയ ബലവാനാണ്, പക്ഷെ ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങളെ വന്നിട്ട് അല്ലെ പിന്നെ നിങ്ങളെ വയറ്റത്തൊരു 5 ഇടി തന്നാൽ നിങ്ങൾക്ക് കുനിയാൻ പറ്റുന്നില്ല. ആ ഇടിയും കൊണ്ടുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു ആക്രമണം നിങ്ങളെ ഞെട്ടിച്ചു കളയും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഇത്തരം അവസ്ഥ ഇപ്പൊ അമേരിക്കയ്ക്കും ഉണ്ടായി, റഷ്യക്കും ഉണ്ടായി. ഇറാൻ യുദ്ധത്തിലെ ഈ ചെറിയ ഡ്രോണുകള്, കാമിക്കാസൈഡ് ഡ്രോൺ എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോണുകൾ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. ശരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ടെക്നോളജി ഉണ്ടാക്കുക അത്ര വലിയ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ലോകം ഇതുണ്ടാക്കാമെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനും പറ്റും. നിങ്ങൾക്ക് ഇത്തരം ഡ്രോണുകൾ ഉണ്ടാക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാം. ബലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാമെങ്കിൽ ആന്റി ബലിസ്റ്റിക് ഇന്റർസെപ്റ്ററും ഉണ്ടാക്കാം. ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കാമെങ്കിൽ ക്രൂയിസ് മിസൈലിന്റെ ഇന്റർസെപ്റ്ററും ഉണ്ടാക്കാം. കാരണം ഈ ഉണ്ടാക്കുന്ന ആൾക്ക് അറിയാമല്ലോ അതിന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്. പക്ഷെ ഇത് യുദ്ധതന്ത്രത്തിലുണ്ടായ ഒരു പിഴവ്. ആ പിഴവ് ഇവിടെ തിരുത്താനായിട്ട് ആ രാജ്യങ്ങൾ നെട്ടോട്ട് ഓടുകയാണ്. അതായത് ആ പിഴവ് തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോ നിലവിൽ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു, 2 തരത്തിൽ ഉള്ള പ്രതിരോധമാണ്. ഒന്ന് കൈനറ്റിക് എന്ന് പറയുന്ന, അതായത് നേരിട്ട് ഈ വരുന്ന ഡ്രോണിനെ ഫിസിക്കലായിട്ട് നശിപ്പിക്കുക. മറ്റൊന്ന് ഇലക്ട്രോണിക് വാർഫെയർ. അതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തകർത്തിട്ട് ജാമിങ്, സ്പൂഫിങ് ഒക്കെ നടത്തിയിട്ട് അത് പിന്നെ താഴെ വീഴും. അങ്ങനെയുള്ള ഒരു പ്രതിരോധം. ഇപ്പൊ ഇവിടെ ഈ രണ്ടും, അതുപോലെ തന്നെ ഈ കൈനറ്റിക് കിൽ എന്ന് പറയുന്നതാണ് ഭാർഗവാസ്ത്ര എന്നൊരു ചെറിയ മിസൈലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പവസ് ആയിരുന്നോ അതോ യോധമായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു പിന്നെ വളരെ ചെറിയ മിസൈലുകളുടെ ഒരു കൂട്ടം 50ഓ 60ഓ പോയിട്ട് ഈ വരുന്ന ചെറിയ ഡ്രോണുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സംവിധാനം അത് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. അത് സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. അതുപോലെ മറ്റൊരു സംവിധാനമാണ് ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം പുതിയ സംഭവമൊന്നുമല്ല, അത് പണ്ട് തന്നെ ഉണ്ട്. പക്ഷെ അതിന് ഡ്രോണിനെ നേരിടാനായിട്ട് ചില അപ്ഗ്രേഡ്സ് ഒക്കെ വരുത്തി ഇപ്പോഴും.
വെരി ഷോർട്ട് ഗ്രേഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കയറി വരുന്നത് അമേരിക്കയുടെ സ്റ്റിംഗർ മിസൈലുകളാണ്. ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മറ്റൊരു പേരുണ്ട്, മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം. അതായത് ഒരു സൈനികന്റെ തോളിൽ ഇത് വെച്ചുകൊണ്ട് അയാൾക്ക് ഇത് ആകാശത്തോട്ട് ലക്ഷ്യം വെക്കാം. അങ്ങനെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളെ റഷ്യയുടെ ഹെലികോപ്റ്ററുകളെ പണ്ട് അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഭരിക്കുന്ന കാലത്ത് മുജാഹിദാണോ മുജാഹിദീനാണ് അതെ മുജാഹിദീനാണ്. മുജാഹിദ് എന്ന് പറയുമ്പോൾ വേറെ അർത്ഥമാണല്ലോ. അപ്പം മുജാഹിദീൻ പോരാളികൾ ഈ സ്റ്റിംഗർ മിസൈൽ ഉപയോഗിച്ച് റഷ്യയുടെ KA സീരീസിലുള്ള ഹെലികോപ്റ്ററുകളെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആക്രമിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട ഹെലികോപ്റ്ററുകൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് റഷ്യ. പക്ഷേ ഈ സ്റ്റിംഗർ മിസൈലിന്റെ മുന്നിൽ റഷ്യ പതറിപ്പോയി. നിരവധി ഹെലികോപ്റ്ററുകൾ അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ സ്റ്റിംഗർ മിസൈല് ഇപ്പോഴും അമേരിക്കയുടെ കയ്യിലുണ്ട്. അതിനുശേഷം റഷ്യ ഇപ്പോഴുള്ളത് സ്റ്റിംഗർ FIM-92 എന്നുള്ള അപ്ഗ്രേഡഡ് വെർഷനാണ്. റഷ്യയുടെ കൈവശമുള്ളതാണ് ഇഗ്ല മിസൈലുകൾ, റഷ്യ നിർമ്മിച്ചാണ്. ഈ മാൻ പോർട്ടബിൾ അല്ലെങ്കിൽ വെരി ഷോർട്ട് റേഞ്ച് മിസൈൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത്. അതുപോലെ തന്നെ ജർമ്മനിക്ക് സ്കൈ റേഞ്ചർ എന്ന് പറയുന്ന മിസൈലുണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ റേഞ്ച് ദൂരപരിധിയിലുള്ളത് ഈ അമേരിക്കയുടെ ഈ FIM-92 അതിന് 8 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അതുപോലെ തന്നെ ഇഗ്ലയ്ക്കും ഏതാണ്ട് അതിനടുത്തുള്ള 6 കിലോമീറ്റർ ഉണ്ട്. സ്കൈ റേഞ്ചറിന് ജർമ്മനി നിർമ്മിച്ച മാൻ പോർട്ടബിൾ അഥവാ വെരി ഷോർട്ട് റേഞ്ച് മിസൈലിന് ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി റേഞ്ച് ഉള്ളത്. ഇന്ത്യ ഇപ്പോ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ഇന്ത്യ പരീക്ഷിച്ചു, വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം. അതിന് 6 തൊട്ട് 8 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. അതായത് അമേരിക്കയുടെ സ്റ്റിംഗർ മിസൈലിന് സമാനമായ റേഞ്ച് ഉള്ള ഒരു മിസൈലാണിത്. ഇത് സാധാരണ ഒരു മിസൈല്, പ്രത്യേകിച്ച് ഈ വെരി ഷോർട്ട് റേഞ്ച് മിസൈല് ടാർഗറ്റിനെ കണ്ടുപിടിക്കുന്നത് തെർമൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ്. അതായത് അതിൽ നിന്നും ഒരു ചെറിയ ചൂടുണ്ടാകും. ആ ചൂട് ഈ മിസൈലിലെ സെൻസറുകൾ മനസ്സിലാക്കിക്കൊണ്ട് ടാർഗറ്റിന്റെ നേരെ ആ ചൂട് വരുന്ന സ്ഥലത്തേക്ക് ഈ മിസൈൽ ചെന്ന് അതേ ഇടിക്കും. പക്ഷേ അത് മിസൈലുകളുടെയോ ഹെലികോപ്റ്ററുകളുടെയോ ഒക്കെ കാര്യത്തിൽ അത് കറക്റ്റാണ്. കാരണം ഹെലികോപ്റ്ററിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും, മിസൈലുകളുടെ എഞ്ചിനുകളിൽ നിന്നും അതുപോലെ ചൂടുണ്ടാവും. പക്ഷേ എക്സോസ്റ്റ് നിന്ന് ചൂടുണ്ടാവും. പക്ഷേ ഈ ഡ്രോണുകളെ സംബന്ധിച്ച് അത് വളരെ ചെറിയ എഞ്ചിനുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പല ഡ്രോണുകളിലും ഉള്ള ടർബോജെറ്റ് ആണെങ്കിലും ടർബോ ഫാൻ എഞ്ചിനുകളൊക്കെ ആണെങ്കിലും അതിന് 1 കിലോ ന്യൂട്ടന് താഴെ ശക്തിയുള്ളതാണ്. അപ്പൊ അത് പ്രവർത്തിക്കുമ്പോൾ അത്ര വലിയ ഒരു താപവ്യത്യാസം ഉണ്ടാകില്ല. ഇത് കാരണത്താല് ആ പരമ്പരാഗത രീതിയിലുള്ള തെർമൽ സീക്കറുകളോ ഇൻഫ്രാറെഡ് സീക്കറുകളോ ഒന്നും അത്ര പ്രയോജനം ചെയ്തില്ല. കാരണം പലപ്പോഴും ഈ ഇന്റർസെപ്റ്റർ മിസൈലിന് ലക്ഷ്യത്തെ തകർക്കാൻ പറ്റില്ല. അതിന് പകരം പുതുതായിട്ട് ഇന്ത്യയുടെ ഈ വെരി ഷോർട്ട് മിസൈല് ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ മാൻ പാർട്സ് വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അതിന്റെ മിസൈലുകൾ ലേസർ ബീം റൈഡിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ഈ ലേസർ ബീം റൈഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ റഡാർ ഉപയോഗിച്ച് ഈ വരുന്ന ഡ്രോണുകളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോണിന് നേരെ ഒരു ലേസർ ബീം അയക്കും. ലേസർ ബീം അത്ര വലിയ ശക്തിയുള്ളതൊന്നും വേണമെന്നില്ല, വളരെ ശക്തിയില്ലാത്ത, ഒരു തരത്തിലും ഈ ഡ്രോണിനെ നശിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഒരു ലേസർ ബീം തന്നെ ആയിരിക്കും. പക്ഷെ ഈ ലേസർ ബീം ഒരു കോറിഡോർ പോലെ ഈ ലേസർ ബീമിനോടൊപ്പം തന്നെ ഈ ഡ്രോണും വിക്ഷേപിക്കും. ഇപ്പൊ ഡ്രോൺ പോകുന്നത് ഈ ലേസർ ബീം കാണിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും. ഈ ലേസർ ബീമിന് ഒരു കോറിഡോർ സൃഷ്ടിക്കുമെന്നാണ് സൈനിക ഭാഷയിൽ പറയുന്നത്. അതായത് ഒരു ഇടനാഴി. ആ ഇടനാഴിക്ക് ഉള്ളിൽ ഈ ഡ്രോൺ സെൻസറുകളുടെ സഹായത്തോടുകൂടി പൊസിഷൻ ചെയ്യും. അപ്പം ഇത് ചെറിയ ദൂരമായതുകൊണ്ട് ഈ 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ഒക്കെയുള്ള ദൂരം ലേസർ സഞ്ചരിക്കും. ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ബീമിനുള്ളിലൂടെ തന്നെ ഇത് പോയിട്ട് ആ ലക്ഷ്യസ്ഥാനത്തെ തകർക്കും. അപ്പൊ ബീമിന് പുറത്തോട്ട് പോകത്തില്ല ഈ ഇന്റർസെപ്റ്റർ. അങ്ങനെയുള്ള ഈ ഇന്റർസെപ്റ്റർ മിസൈലുകള് ഈ നിശബ്ദമായിട്ട് വരുന്ന
അതല്ലെങ്കിൽ റഡാർ സിഗ്നേച്ചർ വളരെ കുറവുള്ള ഡ്രോണുകളെ, കോമ്പാറ്റ് ആക്രമണ കാമിക്കാസെ ഡ്രോണുകളെ തകർക്കും. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. സീക്കർ, ഇൻഫ്രാറെഡ് സീക്കറോ അല്ലെങ്കിൽ തെർമൽ സീക്കറോ അല്ല. ഈ ഞാനീ പറഞ്ഞ ഒരു കോറിഡോർ സൃഷ്ടിക്കുന്ന ലേസർ ബീം റൈഡിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അവിടെ റേഡിയോ വേവ്സ്, റഡാർ വഴി ഒന്നും വേണ്ട. കാരണം റഡാർ ഇത് കണ്ടുപിടിച്ചോളും. കണ്ടുപിടിച്ചിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ലേസർ പായിക്കുമ്പോൾ ലേസർ അവിടെ ചെന്ന് ആ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളും. അതിനോടൊപ്പം ഈ മിസൈല് ലേസറിനെ പിന്തുടർന്ന് അല്ലെങ്കിൽ ലേസറിനുള്ളിലൂടെ ആ ഒരു ബീമിന്റെ സൃഷ്ടിക്കുന്ന ഒരു ഇടനാഴിയിലൂടെ അത് അവിടെ ചെന്ന് തകർക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ പലപ്പോഴും ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ പറ്റും. കാരണം ഇത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത് യൂസ് ചെയ്യുന്നില്ല. ഇതിന് ആകെ ഉള്ളത് ഈ സെൻസർ ഉപയോഗിച്ചിട്ട് ഈ പ്രകാശത്തെ, ലേസറിന്റെ പ്രകാശത്തെ പിന്തുടരുകയാണ്. അല്ല, സൗണ്ട് ഒരു തരത്തിലും ഇതിനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നലും ഇത് സ്വീകരിക്കുന്നുമില്ല, ഇത് പുറപ്പെടുവിക്കുന്നു. അപ്പം സിഗ്നൽ സ്വീകരിച്ചാലല്ലേ സിഗ്നലിനെ തടസ്സപ്പെടുത്തുമ്പോൾ ഇത് വഴിതെറ്റി പോവുള്ളൂ. ജാമിങ്ങും സ്പൂഫിങ്ങും ഒക്കെ സിഗ്നലുകൾ ഉപയോഗിച്ചുള്ള കളിയാണ്. ആ സിഗ്നലുകൾ നമ്മൾ മറ്റൊരു സിഗ്നല് സമാന്തര ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ വിടുന്നില്ല, ഒരു റേഡിയോ വേവ് വിടുന്നില്ല, അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നില്ല, സിഗ്നലേ ഇത് ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെ സിഗ്നൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വഴിതെറ്റിക്കും? ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ലോജിക്ക്. ആ ലോജിക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു ആയുധത്തെ, മാൻ പോർട്ടബിൾ അല്ലെങ്കിൽ വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം നിലവിലുള്ള പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, പണ്ടുതൊട്ടേ ഉണ്ട്. അത് ഒരുപക്ഷെ ഈ ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതുള്ളതാണ്. പക്ഷേ അന്ന് ഈ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞ് ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ആ സാധ്യത തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജാമിങ്ങിനെയും സ്പൂഫിങ്ങിനെയും ഒക്കെ അതീതമായിട്ടുള്ള, പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ സംവിധാനം, ഒരു ഇന്റർസെപ്റ്റർ മിസൈല് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഒരു ചോദ്യം വരാം, എന്നാ പിന്നെ ഇത്രയൊക്കെ ഇതിന് ചെയ്യാൻ കുറച്ചുകൂടെ ദീർഘദൂരം ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൂടെ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത്ര ദീർഘദൂരം പോകാനൊന്നും ലേസറിന് പറ്റില്ല, അത്ര ശക്തിയുള്ള ലേസറൊന്നുമില്ല. അപ്പൊ ഇത് ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ദീർഘദൂര എയർ ഡിഫൻസ് മിസൈലുകളൊക്കെ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ S-400 പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബറാക്ക് 8 പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അത് ആ രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് വരുന്ന മിസൈലുകൾക്കോ ഡ്രോണുകളെയോ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇത്. ഇപ്പം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യക്ക് സംഭവിച്ച ഒരു തന്ത്രപരമായ ചില പിഴവുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതായത് അവരെപ്പോഴും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള പാശ്ചാത്യ ശക്തികളുമായുള്ള ഒരു യുദ്ധത്തിന്റെ സാധ്യതയെ മുൻകൂട്ടി കണ്ടിട്ടാണ് അവരുടെ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചത്. അതിനെ വിന്യസിച്ചതും അവരുടെ വാർ ഡോക്ട്രൈനും യുദ്ധതന്ത്രങ്ങളും എല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ മനസ്സിൽ. ഒരു ചെറിയ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവർ പ്രയോഗിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ വേറെ ആയിരിക്കുമെന്നും, ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയിലാണ് ഈ ഡ്രോൺ വാർഫെയർ ഇത്ര പൂർണ്ണതയിലെത്തുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് നൊഗോർണോ കരാബാഖ് സംഘർഷം. അതായത് അസർബൈജാനും അർമീനിയയും തമ്മിലുള്ള സംഘർഷം. ആ സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രോൺ യുദ്ധത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവായത്. ആ വഴിത്തിരിവ് ആയ ഒരു സംഭവം ഇന്ന് അതിന്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഇറാനും അതുപോലെ തന്നെ യുക്രൈനും ആ ചെറിയ ഒരു ആയുധത്തെ ഇത്ര ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു തെളിവ് അങ്ങനെ അവർ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏതായാലും ശരി, എന്റെ വിലയിരുത്തൽ 1-2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും അത്തരം ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളും നിലവിൽ വരും. പക്ഷെ എന്തായാലും ശരി, അതുവരെയും ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പല രാജ്യങ്ങളും കഷ്ടപ്പെടും. ഇതുകൊണ്ടൊന്നും ഒരു യുദ്ധം ജയിക്കാൻ പറ്റില്ലെങ്കിലും ശത്രുവിന് മേൽ കനത്ത നാശനഷ്ടം വരുത്താം. അതായത് ഇതിന്റെ ഒരു പരിമിതി, ഇത്തരം ഡ്രോണുകളുടെ പരിമിതി വളരെ ചെറിയൊരു വാർഹെഡ് ആയിരിക്കും. ഇപ്പം ഷഹീദ് 139 എന്ന് പറയുന്നത് താരതമ്യേന വലിയൊരു ഡ്രോണാണ്. അതിന് പോലും സാധാരണ അത് വഹിക്കുന്ന പേലോഡ് എന്ന് പറയുന്നത് ഒരു 30-35 കിലോയാണ് ആവറേജ്. അത്രയുള്ള സ്ഫോടക വസ്തുക്കളെ അതിൽ വഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന നാശനഷ്ടം ചെറുതായിരിക്കും. പക്ഷെ അത്തരം ഒരു 20 എണ്ണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാകാം. അത്തരം ഒരു തന്ത്രമാണ് ഇറാനൊക്കെ പ്രയോഗിക്കുന്നത്.
എന്തായാലും ശരി, പിന്നെ വെരി ഷോർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ആ പുതിയ ഒരു ചുവടുവെപ്പാണ് ഇന്ത്യയുടേത്. നിലവിലുള്ള ആയുധങ്ങളുടെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ എന്നുള്ള രീതിയിൽ ആ ആയുധങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.